സകല ലോകത്തിനും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ ഇന്ന് നമ്മുടെ വചനധ്യാനത്തിനായിട്ട് നമുക്ക് ഏറ്റവും ഫെമിലിയറായ ഒരു സങ്കീർത്തനം എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയറായ സങ്കീർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു മിക്കവാറും നിങ്ങൾ 23 സങ്കീർത്തനം എന്ന് പറയാനുള്ള സാധ്യത എന്നാണ്. എൻ്റെ കൂടെ ഒരു കൊച്ചു കുഞ്ഞ് താമസിക്കുന്നത്, ഇച്ചിരിയുള്ള കൊച്ച്, എൻ്റെ പ്രായത്തൊക്കെ ചെറുതാണത്. എൻ്റെ 2 വയസ്സൊക്കെ ഉള്ളപ്പോഴേ ഇതിന് അമ്മ സങ്കീർത്തനം കാണാൻ പഠിപ്പിച്ചു. അപ്പം ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ് എന്നുള്ളതാണ്. അപ്പോൾ പുള്ളി ദ ലോർഡ് ഈസ് പറഞ്ഞിട്ട് ബാക്കി അങ്ങ് പറഞ്ഞു, എന്നിട്ട് ഷട്ടപ്പ് എന്ന് പറയും. ദ ലോർഡ് ഈസ് മൈ ഷട്ടപ്പ്. കാര്യം ഇതിനോട് എപ്പോഴും തന്നെന്നുള്ളത് ഷട്ടപ്പ് 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 പറയത്തില്ലയോ, അത് ചേർത്ത്. അപ്പം നമുക്ക് ഏറ്റവും ഫെമിലിയറായ ആ സങ്കീർത്തനം നമുക്കിന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി എടുക്കാമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വിശുദ്ധ തിരുവെഴുത്തുകൾ കയ്യിൽ കൊണ്ടുവന്നിട്ടുള്ളവരും ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ടുള്ളവരും അത് തുറന്ന് നോക്കണം. ചിലരാണെങ്കിൽ തിരുവെഴുത്ത് മുഴുവൻ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുക, അതുകൊണ്ട് അവർക്ക് കൈ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അത് നല്ലത്. ഇനി അഥവാ തിരുവെഴുത്ത് കയ്യിലില്ലെങ്കിൽ ഹൃദയത്തില്ലെങ്കിൽ കൈയും തുറന്നിട്ട് നമ്മൾ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വായിച്ച് അതിൽ നിന്ന് ഞാൻ ചില ആലോചനകൾ നിങ്ങളോട് പറയാമെന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈസ് ഇറ്റ് എ ബൈബിൾ സ്റ്റഡി? ഐ ഡോണ്ട് നോ. ഓർ ഈസ് ഇറ്റ് ഐ എം ഗിവിങ് യു സം എഡിഫിക്കേഷൻസ്? ഇറ്റ് കുഡ് ബി. ഇപ്പം എന്തും ആയിക്കോട്ടെ, ദൈവജനമാണെന്നുള്ളത് എനിക്ക് സംശയമില്ല. 23 സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരാൻ പോവാണ്. ബട്ട് ഐ എം ഗോയിങ് ടു മേക്ക് എ ലിറ്റിൽ ഡിഫറൻസ്. ദ ലിറ്റിൽ ഡിഫറൻസ് ഈസ് ദാവീദ് വാസ് എ ജ്യൂ. ഈ സങ്കീർത്തനം എഴുതിയ ദാവീദ് ഒരു യഹൂദനായിരുന്നു, ഇംഗ്ലീഷുകാരനല്ലായിരുന്നു, ഇംഗ്ലണ്ടിലെ സായിപ്പല്ലായിരുന്നു. നോർ വാസ് ഹി ഗ്രീക്ക്, യവനനുമല്ല. സോ ഹി റോട്ട് ഇറ്റ് ഇൻ ഹിസ് ഓൺ മദർ ടങ്. ഹിസ് ഓൺ മദർ ടങ്, ദാറ്റ് ഈസ് ദി ഏൻഷ്യന്റ് ഹീബ്രു ലാംഗ്വേജ്. അപ്പോൾ നിർഭാഗ്യവശാൽ ഈ കണക്റ്റഡ് മീനിങ്സ് അല്ലെങ്കിൽ നമുക്ക് കൊണോട്ടേഷൻസ് എന്ന് പറയാം, ഈ കൊണോട്ടേഷൻസ് നമുക്ക് സർഫസ് ലെവലിൽ കിട്ടത്തില്ല. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഡിസീഫറിങ് എന്നൊരു ടെർമിനോളജി ഉണ്ട്. ഡിസീഫറിങ് എന്ന് പറഞ്ഞാൽ സർഫസ് ലെവൽ നിങ്ങളൊന്ന് കാണുന്നു, പക്ഷെ അതിൻ്റെ പിന്നിൽ വേറൊരർത്ഥമുണ്ട്. ആ യഥാർത്ഥ അർത്ഥം പൊരുൾ തിരിക്കുന്നതിനാണ് ഡിസീഫറിങ് എന്ന് പറയുന്നത്. അപ്പം ദാവീദ് എഴുതിയ ക്ലാസിക്കൽ ഹീബ്രു ലാംഗ്വേജിൽ നമ്മൾ ഈ 23 സങ്കീർത്തനം ഒന്ന് നോക്കിയിട്ട് ആ സർഫസ് ലെവൽ നമുക്കെല്ലാം അറിയാമെന്ന് എൻ്റെ വിശ്വാസം. യഹോവയുടെ നാമം എനിക്ക് മുട്ടുണ്ടാകില്ല, പച്ചയായ പുൽപ്പറകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ അറിയാം. ഒരു 30 സെക്കൻഡ്സ് കൊണ്ട് നമ്മൾ പറഞ്ഞു തീർക്കും. പക്ഷേ ഈ സാധനം നമുക്ക് അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്യും. പക്ഷെ നമ്മളിതിനെ നമ്മുടെ സർഫസ് ലാംഗ്വേജ് ഒന്ന് മാറ്റിയിട്ട് ദാവീദ് എഴുതിയ ദാവീദിൻ്റെ ഭാഷയും അവിടെ അതിൻ്റെ സർഫസ് ലെവൽ മാറ്റിയിട്ട് വാട്ട് ഹാപ്പൻസ് ബിഹൈൻഡ് ഓർ ദ ഡീപ്പർ മീനിങ് ഓഫ് ഇറ്റ്, അതിൻ്റെ പിന്നിൽ ദാവീദ് ഉദ്ദേശിക്കുന്ന ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുമ്പോൾ സംടൈംസ് വി സീ ഇറ്റ്സ് എ മെസ്സേജ് ദാറ്റ് ക്യാൻ ഗോ സോ ഡീപ്പ് ഇൻ ടു അവർ ഹാർട്ട്. വളരെ ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ചെന്ന് പതിക്കുന്ന, ആഴത്തിൽ നമ്മളെ ചലഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള, ഒരുപക്ഷെ നമ്മളെ സ്പർശിക്കുന്ന ചില ആലോചനകൾ, ദൂതുകൾ, ചില അരുളപ്പാടുകൾ നമ്മൾക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അപ്പം ഞാൻ 23 സങ്കീർത്തനം ഹൗ ഡിഡ് ഇറ്റ് അപ്പീൽ ടു മീ, ഞാനത് വിശുദ്ധ എബ്രായ ഭാഷയിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ അത് എനിക്ക് എങ്ങനെയാണ് അപ്പീൽ ആയത്, ഇങ്ങനെ ആപ്ലിക്കബിൾ ആയത് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ എബ്രായ ഭാഷയിൽ വായിച്ച് നിങ്ങളെ ഈ സങ്കീർത്തനം അതിൻ്റെ മീനിങ് ഡിസീഫർ ചെയ്യുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അഡനായി റോയി, അഡനായി റോയി, റോയി. ആട് തൻ്റെ ഇടയനെ പറ്റി പറയുന്ന കാര്യമാണ്. ഒരാടിൻ്റെ കണ്ണിൽ കൂടെ ഇടയനെ കാണുകയാണ് മഹാകവിയായ ഈ ദാവീദ് ചെയ്യുന്നത്.
David was a king. He was a poet. He was a great worshipper. He was a great administrator. But here we see him, a wonderful poet. ഒരു മനോഹരമായ കവിയായി ദാവീദ് ഇവിടെ നിൽക്കുക. And the speciality is, he was able to look at things through somebody else's eyes. Through somebody else's eyes means his own feelings and experience through somebody else's eyes. That is the poetic quality of Psalms 23. 23-ാം സങ്കീർത്തനത്തിന്റെ പ്രത്യേകത തൻ്റെ സ്വന്തം അനുഭവങ്ങൾ വേറൊരാളുടെ കണ്ണിൽ കൂടെ ദാവീദ് കാണുവാൻ ശ്രമിക്കുന്നു. അഡനായ് റോഈ, കർത്താവ് എൻ്റെ ഇടയന, എൻ്റെ ഇടയന, എൻ്റെ ഇടയന. അപ്പം അഡനായി is the creator of the entire universe and he is mine. That means everything he created belongs to me. എൻ്റെ കർത്താവ് സൃഷ്ടിച്ചത് മുഴുവനും എൻ്റെയാ. എന്നിട്ട് ഒരു ഉറച്ച നിശ്ചയം പറയുന്നത് ലോ യഹസാൾ, അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ഐ വിൽ നോട്ട് ബി ഇംപെക്യൂനിയസ് എന്നാണ്. ഇംപെക്യൂനിയസ് എന്ന് പറഞ്ഞാൽ പുവർ എന്നുള്ള അർത്ഥമല്ല. ഈ ദരിദ്രവാസി എന്ന് കേട്ടില്ലയോ? ദരിദ്രവാസി, നമ്മളെന്താ പറയുന്നതിനെ? അത്താരപ്പട്ടിണി. അങ്ങനെയാകത്തില്ല. ഐ കുഡ് ബി പുവർ, ഐ കുഡ് ബി ഇൻ ഡിഫിക്കൽട്ടി, ബട്ട് ഐ വിൽ നെവർ ബി ഇംപെക്യൂനിയസ്. ഞാൻ ഒരിക്കലും ഈ ഭൂമിയിൽ ഒരു ദരിദ്രവാസി ആകത്തില്ല. പാടിൻ്റെ ഉറപ്പാ. കാരണം എന്താ? എൻ്റെ ഇടയൻ സൃഷ്ടിച്ച ഇത് മുഴുവനും, എൻ്റെ ഇടയൻ സൃഷ്ടിച്ച ഇത് മുഴുവനും. ഇനി നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടി, എനിക്ക് നാട്ടിൽ നമുക്കൊക്കെ 2-3 ആടൊക്കെ വീട്ടിലുണ്ടായിരുന്ന, എനിക്കന്ന് കൊച്ചിലെ കുറേ ആടുകളുണ്ടായിരുന്നു. ഇപ്പം നാട്ടിൽ ആടൊന്നുമില്ല. കേരളത്തിലെ പിള്ളേർക്ക് പടം വരച്ച് കാണിക്കുന്ന ആടിൻ്റെ, അല്ല നേരിട്ട് ആടിനെ കണ്ട് പിള്ളേരാരും ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഇവിടെയൊക്കെ ഒത്തിരി ആടുകളുണ്ട്. പക്ഷേ ഈ പാലസ്തീൻ നാട്ടിലെ ആടുകളുടെയും ഇടയൻ്റെയും ബന്ധം ലോകത്തിൽ വേറെ ഒരു രാജ്യത്തും ഇല്ലെന്നാണ് പിന്നെ എനിക്ക് പറയാൻ കഴിയുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരിടയനും 100 കണക്കിന് ആടുകളില്ല. 100 ഈസ് മാക്സിമം. മിക്കവാറും ഒരു 20 മുതൽ 40-50 വരെ ആടുകളെ ഉള്ളൂ. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ്, ഈ എല്ലാത്തിനും ഇടയന് ഓരോ പേരിടും. എല്ലാത്തിനും പേരിടും. ഈ ആടിനെല്ലാം ഇതിൻ്റെ പേരറിയാവുന്നതാണ്. ആൻഡ് ദ തേർഡ് തിങ്, ഈ പേര് വിളിച്ചാൽ ഈ ആട് ഉടനെ ഇടേൻ്റെ അടുത്ത് ചെല്ലും. ഇപ്പം എൻ്റെ അധ്യാപകരിൽ ഒരാൾ പാലസ്തീൻ നാളെ സന്ദർശിക്കാനായിട്ട് പോയി. അപ്പം ഈ വെൻറ്റിൻ്റെ ഫാമിംഗ് ഏരിയ അവിടെ ചെന്നപ്പം രസകരമായൊരു കാഴ്ച അദ്ദേഹം കണ്ടത്, ക്ലാസ്സിൽ പറഞ്ഞത്, ഈ 2 ഇടയന്മാർ തമ്മിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഇവരുടെ ആടുകൾ തമ്മിൽ അങ്ങ് മിങ്കിളായി. എല്ലാം ഒരുമാതിരി ഈ പാഞ്ചിക്കൂടം പോലെ ഇരിക്കുമല്ലോ. അവസാനം ആരുടെ ആടാ ഏതൊന്നും തിരിച്ചറിയത്തില്ല. ആർക്ക്? നമുക്ക്. ഇടയന്മാർക്കോ അവർ കൊച്ചു വർത്തമാനം കഴിഞ്ഞ് വടയും കാപ്പിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർ 2 സൈഡിലോട്ട് മാറി. 2 സൈഡിലോട്ട് മാറിയപ്പം ഓരോരുത്തരുടെ ആട് അവരവരുടെ ഇടയൻ്റെ കൂടെ അങ്ങ് പോയി. ഫിനിഷ്. ഇതാ ഇവർ നമ്മളുടെ ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധം നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് ആ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ 23-ാമത്തെ സങ്കീർത്തനം കാണാൻ. അപ്പൊ ഇനിയും ഇടയൻ എന്തുവാ ചെയ്യുന്നത്? വാട്ട് ഡസ് ദ ഷെപ്പേർഡ് ഡു? ശ്രദ്ധിച്ചോണം. 2-ാമത്തെ വാക്യത്തിൽ ബിനോവത്ത് ദശേ യർബേസനി, ബിനോവത്ത് ദശേ യർബേസനി. ബിനോവത്ത് ദശേ യർബേസനി എന്ന് പറഞ്ഞാൽ അതൊരു പാലസ്തീനിയൻ പ്രാക്ടീസാണ്. അല്ലെങ്കിൽ നമുക്കൊരു ജൂയിഷ് പ്രാക്ടീസ് എന്ന് പറയാം, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാലും ശരിയാണ്. എന്നറിയാമോ? ഈ ഇടയനും ആടുകളോട് ഇങ്ങനെ പോവുക. നമ്മുടെ അവിടെ നിന്ന് നമ്മൾ ആടിനെ പുറകിൽ നിന്ന് അടിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇടയൻ അങ്ങ് നടന്നു പോയിച്ചാൽ ഇതുങ്ങളെല്ലാം പുറകെ പോയിക്കോളും, നനച്ചുകൊണ്ട് പോയി ഇവർ നല്ല പച്ചപ്പുൽപ്പുറത്തിലെത്തി. കഴിഞ്ഞപ്പം ഇടയൻ എന്തായെന്നറിയാമോ? മലയാളത്തിൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു.
എൻ്റെ അർത്ഥം എന്താ? ഞാൻ കിടക്കുന്നെന്നാന്നു എൻ്റെ അർത്ഥം? അല്ല, പിന്നെങ്ങനെയാണ്? ഹി മേക്സ് മീ ലൈ ഡൗൺ. അവനെന്നെ കിടത്തുന്നു. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു? നമ്മുടെ പ്രദീപ് സാറിനറിയാം. പ്രദീപ് സാറിന് 2 കുഞ്ഞുങ്ങളുണ്ട്. ചെറുതിലെ ഇതുങ്ങളുണ്ടല്ലോ, സന്ധ്യ ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങത്തില്ല. ഓരോ കുറ്റങ്ങളും കാണിച്ചാടി മാറ്റി നടക്കും. അവസാനം 2 പേര് കിടക്കാൻ പറയും. കാര്യം നേരത്തെ ഉറങ്ങിയില്ലെങ്കിൽ നേരത്തെ ഉണ്ടാകാൻ ഒക്കത്തില്ല. സോ ഹി മേക്സ് ദം ലൈ ഡൗൺ. ബട്ട് ദിസ് ഈസ് എ ഡിഫറെന്റ് പ്രാക്ടീസ്. ഈ പലസ്തീനിലെ ഇടയന്മാരുടെ കയ്യിൽ 3 തരം എക്വിപ്മെന്റ് ഉണ്ട്. ഒന്ന് നീണ്ട ഒരു വടിയാണ്. അതിൻ്റെ അറ്റം ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന, നമ്മുടെ കുഴയുടെ കുടക്കാല് പോലെ വളഞ്ഞിരിക്കുന്ന ഒരു കമ്പ്. മറ്റൊന്ന് അറ്റത്ത് നല്ല കൂർത്ത ആയുധം ഫിറ്റ് ചെയ്തിട്ടുള്ള വേറൊരു കമ്പ്. ഇനി മൂന്നാമത്തത് എ ഗ്രാബ് ഓഫ് റോപ്പ്. ഒരു പിടി കയറും തൻ്റെ കയ്യിലുണ്ട്. നല്ല പച്ചയായ പുൽപ്പുറങ്ങൾ കാണുമ്പോൾ ഈ ആടിൻ്റെ സ്വഭാവം എന്നറിയാമോ? 2 ചാട്ടം ചാടും ആദ്യം. എന്നിട്ട് എവിടെല്ലാം ഓടും അവിടെ എല്ലാം ഓടും. ഇവിടെ നിന്ന് അവിടെ ഇങ്ങനെ ഇങ്ങനെ നടക്കും. ഇത് ശരിയാകത്തില്ല. ഇടയൻ എന്തറിയാമോ? നേരെ ഇതിനെ പിടിച്ചിട്ട് അതിൻ്റെ കാല് ഞാനും കൂടെ കൂട്ടി കയറുകൊണ്ട് കെട്ടി അവിടെ കിടക്കാൻ പറയും. ദിസ് ഈസ് സംതിങ് ദ ഷിപ്പ് ഫൈൻഡ്സ് റാദർ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഇടയൻ ആടിനോട് ചെയ്യുന്നൊരു കാര്യം എന്തെന്നറിയാമോ? ചില സമയത്ത് ഇടയൻ അതിനെ ഇഷ്ടം പോലെ പോകുവാൻ അനുവദിക്കത്തില്ല. അത് നോക്കുമ്പോൾ എല്ലാവരും പച്ചപ്പുൽപ്പുറങ്ങളാണ്. എവിടെ ചെന്ന് എന്തുവാ തിന്നാൻ വയ്യാത്ത. പക്ഷെ ഇടയൻ എന്ത് ചെയ്യും? ഇടയൻ ആടിനെ കെട്ടിയിടും. എന്തിനാ ഇടയൻ ആടിനെ കെട്ടിയിടുന്നത്? The reason, he wants them to lie down. Why does he want them to lie down? Because he does not want it to go everywhere it pleases to go. അതിനിഷ്ടമുള്ളിടത്തെല്ലാം ആട് പോകാൻ ഇടയൻ ഇഷ്ടപ്പെടുന്നില്ല. And the second reason, he wants to sit with it. എന്തിനാ അതിൻ്റെ അടുത്തിരിക്കുന്നത്? Because he wants to know whether there are any troubles, problems, unnecessary wounds or any pests on his body. അതിന് നാശം ഉണ്ടാക്കാൻ സാധ്യതയുള്ള അൺനെസസറി വൂണ്ടോ പെസ്റ്റ് വല്ലോ ഇതിൻ്റെ മേത്തോണ്ട് നോക്കാനാണ്. Or what should I say? He wants to have a close encounter, a heart-to-heart relation, a much closer relationship with his sheep. തൻ്റെ ആടുകളുമായിട്ട് തനിക്ക് കുറെ കൂടെ അടുത്തൊരു ബന്ധം. ആടിൻ്റെ ഇഷ്ടത്തിന് കെട്ടടിച്ച് വിടാത്ത ഒരു ഇടയൻ. പലപ്പോഴും നമ്മുടെ കർത്താവ് അങ്ങനെ. നമ്മളെ ദൈവം പലപ്പോഴും കെട്ടിയിട്ട് കളയും. He closes our opportunities. He shut downs many doors in front of us. നമ്മുടെ മുമ്പിൽ തുറന്നു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പല കതകുകളും ദൈവം അടയ്ക്കും. നമ്മൾ വിചാരിച്ചെന്ത്? സാത്താൻ അടച്ചാണെന്ന്. നമ്മളെന്ത് ചെയ്യും? ഉപവാസ പ്രാർത്ഥന വെക്കും, കാത്തിരിപ്പ് വെക്കും. എന്നിട്ടൊന്നും നടന്നില്ലെങ്കിൽ നല്ലൊരു പ്രവാചകനെ കൊണ്ടുവരും. പ്രവാചകനെ കൊണ്ടുവന്നിട്ട് ഇടിവെട്ടൽ പ്രാർത്ഥനയും നടത്തും. എന്നിട്ട് പ്രവാചകൻ എന്ത് ചെയ്യും? 2 പാൽസനവും ശാസനയും കഴിഞ്ഞിട്ട് പ്രവാചകൻ എഴുന്നേറ്റ് പോകും. മകനെ കംപ്ലീറ്റ് റിലീസായിരിക്കുന്നു. ഐ ഹാഡ് എ സിമിലർ എക്സ്പീരിയൻസ്. ഞാൻ സമയം പോകുന്നത് എനിക്കറിയാം കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുള്ളത് എനിക്ക് അതിനൊക്കെ അറിയാം. നമ്മൾ തുടങ്ങിയല്ലോ ഉള്ളൂ. ഐ ഹാഡ് എ സിമിലർ എക്സ്പീരിയൻസ്. നിങ്ങൾ കേട്ടോണേ. In the year 2013, a young girl came to my house. വളരെ ചെറുപ്പക്കാരി ഒരു പെൺകൊച്ച്. അവള് ഇന്ത്യ വിഷൻ ചാനലിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആളാണ്. ഇന്ത്യയിൽ ഒരു ഹയർ സ്റ്റഡീസിന് ഇവിടെങ്കിൽ വന്നതാണ്. അപ്പോൾ ഒരാളെ കണ്ട് പറഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെ വേട്ടമല പാസ്റ്റർ ഒരാളുണ്ട്, എനിക്ക് അദ്ദേഹത്തെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഇയാൾ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ കാണാൻ വരാൻ പറഞ്ഞു. എന്നെ വന്നു കണ്ടു. എൻ്റെ സോഫയിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുക. എ വെരി യങ് ഗേൾ, പ്രിറ്റി ഗേൾ. ഷീ ജസ്റ്റ് ലുക്ക്ഡ് അറ്റ് മൈ ഫേസ്. എന്നെ ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ലുക്ക്, ഗോഡ്സ് ഹാൻഡ് ഈസ് ഗോയിങ് ടു ബി ഹാർഡ് അപ്പോൺ യു ആൻഡ് യു ഗോണ ഡൈ.
നിനക്ക് വളരെ സീരിയസ് ആയ ഒരു രോഗം നിന്റെ അബ്ഡമനിലുണ്ടാകും. നീ ഹോസ്പിറ്റലാകും. നീ മരിച്ചുപോകും. നീ മരിച്ചുപോയി നിന്നെ അറിയാവുന്ന എല്ലാവരും അറിയും. ഹോപ്പ്ലെസ്, ഫിനിഷ്, യു വിൽ ഫിനിഷ്. എല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ നിന്നെ അവിടുന്ന് എഴുന്നേൽപ്പിക്കും. വേറെ ആർക്കും കൊടുത്തിട്ടില്ലാത്തൊരു ശുശ്രൂഷ തന്ന് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും. ഞാൻ വേണ്ട ഈ കുട്ടിയെ ഒരു ചായ കടിച്ചിട്ട് അങ്ങ് പോയി. ഞങ്ങൾ തമ്മിൽ പിന്നെ കണ്ടിട്ട് ഐ ഡോണ്ട് നോ വേർ ഷീ ഈസ്. ദിസ് വാസ് ഇയേഴ്സ് അഗോ. അത് കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞപ്പം എനിക്ക് ധാരാളം ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ, വർത്താനം പറയാൻ വയ്യ. I was so tired, I was lying on my sofa all the time. ഞാൻ വിചാരിച്ചത് പൈശാചിക ബന്ധനമാണ്. വാതി ഞാൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ഒരു ഗുണമുണ്ടായില്ല. അത് കഴിഞ്ഞ് സഭയായിട്ട് ഉപവസിച്ചു, ഒരു ഗുണമുണ്ടായില്ല. അപ്പം നല്ല ശാസിനെ ശാസിക്കാനുള്ള കഴിവുള്ള ഒരു പ്രവാചക അപ്പം കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ആൻറ്റി പറഞ്ഞു, അത് ഞാൻ ഏറ്റു ഫാസ്റ്റ് എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി വന്ന് ഞങ്ങൾ നല്ല അടിപൊളി ഫാസ്റ്റിംഗ് വേറെ വീട്ടിൽ വെച്ചിട്ട് ഈ സാത്താനെ മുഴുവൻ ശാസിച്ചു. അദ്ദേഹം പോയി. ദൈവം എന്നോട് പറഞ്ഞു, ഇടം പണ്ട, ഇത് സാത്താനം. നിന്നോട് ആരാ പറഞ്ഞത്? ഇറ്റ്സ് മൈ ഹാൻഡ് ദാറ്റ് ഹാസ് കം ഹാർഡ് അപ്പോൺ യു. എൻ്റെ ബലമുള്ള കരം ഞാൻ നിന്റെ വെള്ളയ്ക്ക് വെച്ചിരിക്കുക, നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അതിൻ്റെ കൺക്ലൂഡിങ് ചാപ്റ്ററാണ് പ്രദീപ് സാർ മുമ്പേ പറഞ്ഞേ, ഞാനിങ്ങനെ DNAR ഒക്കെ എഴുതി മേത്ത് വെച്ച് ഹോസ്പിറ്റൽ കിടക്കുന്ന രംഗം. ചില സമയങ്ങൾ ദൈവം അങ്ങനെ സാധ്യതകളെല്ലാം അടച്ചു കളഞ്ഞിട്ട്, എല്ലാ സാധ്യതകളും ലോകത്ത് കൊണ്ടുവന്നിട്ട്, എല്ലാ സാധ്യതയും അടച്ചു കളഞ്ഞിട്ട് നമ്മളും ദൈവവും മാത്രമേ ഉള്ളൂ എന്നൊരവസ്ഥ ദൈവം കൊണ്ടുവരും. അതെന്തിനാ? വശീകരണത്തിൽ പറയാ. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളുടെ ഹൃദ്യമായി സംസാരിക്കും. കർത്താവിന് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കണം എന്നൊരാഗ്രഹം വരുമ്പോൾ, സാധ്യതകളുടെ ലോകത്ത് നമുക്ക് മാത്രം ഒന്നും കിട്ടത്തില്ല. നമുക്ക് മാത്രം ജോലി കിട്ടത്തില്ല, നമുക്ക് മാത്രം പ്രമോഷൻ കിട്ടത്തില്ല, നമുക്ക് മാത്രം മോർഗേജ് കിട്ടത്തില്ല, നമുക്ക് മാത്രം വണ്ടി മേടിക്കാൻ പൈസയില്ല, നമുക്ക് മാത്രം ഒന്നുമില്ല. Everybody else has got everything else. Why, man, what is wrong with you? Your shepherd wants to sit with you. He wants to have a heart-to-heart encounter with you. നിന്നോട് ഹൃദ്യമായി സംസാരിക്കണമെന്ന് ഇടയൻ ആഗ്രഹിക്കുമ്പം ഇടയൻ ചെയ്യുന്ന ഒരു പരിപാടിയാ, സാധ്യതകൾ മുഴുവൻ അടച്ചു കളയും. ബിനോവത്ത് ദശി യർബീസിനെ കെട്ടിവിടിടും. നീ അവിടെ ഇരിക്കുക. I am going to put my mighty hand upon you, my strong hand upon you. എന്റെ ബലമുള്ള കരം നിന്റെ മണ്ടയ്ക്ക് വെക്കാൻ പോവാ. തക്ക സമയത്ത് ഞാൻ ഉയർത്തും. അതുവരെ ബലമുള്ള കരത്തിന്റെ കീഴിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നോളാൻ. ഇനി അവിടുന്ന് എഴുന്നേൽപ്പിക്കുമ്പോഴോ, അവിടുന്ന് എഴുന്നേൽപ്പിക്കുമ്പം മലയാളത്തിൽ സ്വച്ഛതയുള്ള വെള്ളത്തിനരികേക്ക് അവൻ എന്നെ നടത്തുന്ന. ശരിയാ, പക്ഷേ അതിന് വേറൊരർത്ഥതലമാണ്, വേറെ തലം അർത്ഥത്തിൻ്റെ ഉണ്ട്. അതിനർത്ഥം അൽ മീൻസ് ബിസൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അടുക്ക് കൂടെ നടത്തുന്ന. അണ്ടർസ്റ്റുഡ്, വെരി ഗുഡ്. പക്ഷെ അതിന് വേറൊരർത്ഥമുണ്ട്, ഓവർ ആൻഡ് എബവ്, അതിന് മുകളിലൂടെ എന്താണ്? സ്വച്ഛതയുള്ള വെള്ളത്തിൻ്റെ മുകളിലൂടെ എൻ്റെ ഇടയൻ എന്നെ നടത്തുന്നു. ദിസ് ഈസ് എ മിറാജ്. I should say, in my broken English, I should say, a conundrum, something we don't understand.
വി കനോട്ട് ഈസിലി എക്സ്പ്ലെയിൻ. എൻ്റെ ഇടയൻ എന്നെ നടത്തുക. ഇതിലെ നടത്തുന്നത് സ്വസ്ഥത ഉള്ള വെള്ളത്തിന്റെ മുകളിലൂടെ നടത്തുക. ദിസ് ഇസ് എ മെക്കാനിസം ദി ഷെപ്പേർഡ് അണ്ടർസ്റ്റാൻഡ്സ്, ബട്ട് ദ ഷീപ്പ് ഡസൻറ്റ്. ഇടയൻ അറിയാമെന്ന, എന്നാൽ ആടിന് അറിയാൻ വയ്യാത്ത ഒരു മെക്കാനിസമാണിത്. നടത്തിപ്പിന്റെ ഒരു മെക്കാനിസമാണ്. എന്തെന്നറിയാമോ? അത് മരുഭൂമിയിലായിരുന്ന ഇസ്രായേൽ മക്കളാണ് ഈ സംഭവം ശരിക്കും മനസ്സിലാക്കിയത്. They were shocked. They were shocked when they got that message through Aharon and Moses from God. ദൈവത്തിൽ നിന്ന് അഹരോനും മോശയും കൂടെ അവർക്ക് മെസ്സേജ് കിട്ടിയപ്പോൾ അവരങ്ങ് ഷോക്കായി. എന്താ ഷോക്കായെന്നറിയാമോ? അവര് സീനായി അങ്ങോട്ട് വിട്ടു കഴിഞ്ഞപ്പോഴേക്ക് അതിഭയങ്കര ചൂടായി. അതിഭയങ്കര ചൂടാ. കാല് പഴുക്കുക, ചെരുപ്പൊക്കെ ഇങ്ങോട്ട് പൊള്ളിയിട്ട് കാല് പഴുക്കുക. നോക്കിയേ, ആകാശത്തിനുള്ള ചൂടെന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റത്തില്ല. നിന്ന് പൊള്ളുക. ഞാനീ പറയുന്ന അനുഭവം നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്തതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ജീവിതയാത്രയുടെ പൊള്ളലും ചൂടും നല്ലപോലെ അനുഭവിച്ചൊരു മനുഷ്യൻ ഞാൻ. നിൽക്കുന്നിടം തീക്കല്ലല്ല നിൽക്കുന്നത്. തലമുണ്ടൽ ആകാശം സൂര്യൻ നിന്ന് കത്തുക. ആർക്കറിയാം ഇതെന്താണെന്ന്? തീയുടെ മണ്ടയിൽ കൂടെ നടക്കുക, തീക്കല്ലിലെ കൂടെ നടക്കുക. The whole people of Israel turned against God and murmured against God. ഇസ്രായേൽ മുഴുവൻ ദൈവത്തിനെതിരെ തിരിഞ്ഞു. അവർ murmur ചെയ്യാൻ തുടങ്ങി, പെറുവിറുക്കാൻ തുടങ്ങി. ഇവിടിട്ട് ചുട്ടു കൊല്ലാനാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? That is the question. ഇവിടിട്ട് പഠിപ്പിക്കാനാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. നോക്കി, അതിന് കുറച്ചുനാൾ മുമ്പ് പിളർക്കപ്പെട്ട പാറയിൽ നിന്ന് അവർ കുടിച്ചതാ. ഇപ്പൊ എന്തോ കാണുന്നില്ല. That's not seen. അന്ന് വെള്ളം അവരുടെ കൂടാരങ്ങൾക്ക് അടുത്തൂടെ ഒഴുകിയതാ. That's not seen. ആ പാറ ഇവിടെ അന്ന് കാണുന്നില്ല. ആ പാറയും കാണുന്നില്ല, ആ വെള്ളവും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. നിന്ന് പൊള്ളുക, നിന്ന് കത്തുക. മറുപടിയില്ലാത്ത ജീവിതത്തിന്റെ വിഷയങ്ങളുടെ മുമ്പിൽ നിന്ന് പച്ചയ്ക്ക് കത്തിയ ഒരു മനുഷ്യനാണ് ഞാൻ. അല്ല, ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്ന് കത്തിയതാ. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ ഡീഗോൾ പാസ്റ്റർ എന്നെ കാണാൻ വന്നപ്പോൾ എൻ്റെ വൈഫ് ചോദിച്ചു, പാസ്റ്റർ ഞാൻ ഒറ്റയ്ക്കായി പോകും, ഞാൻ ഒറ്റയ്ക്കായി പോകും. അതില് മറുപടി ഇല്ലാത്ത വിഷയങ്ങളിൽ നിന്ന് കത്തുന്ന ജീവിതാനുഭവങ്ങൾ. എവിടെയാ വെള്ളം? എവിടെയാ വെള്ളം? എവിടെയാ പരിഹാരം? ദൈവം മോശയോട് പറഞ്ഞു, അഹരോനോട് പറ, നീ ജനത്തോട് പറയണം, നിങ്ങളുടെ കയ്യിൽ ഒരു വടിയില്ലേ? മരുഭൂമി നടക്കുമ്പോഴാ കുത്തി നടക്കാൻ ഒരു വടിയില്ലേ? ആ വടി കയ്യിലെടുത്തിട്ട് നിങ്ങളെ നിൽക്കുന്നിടമുണ്ടല്ലോ, നിൽക്കുന്ന ഇടത്തിൽ ആഴത്തിൽ ഒരു കുത്തുകുത്തണം. ആഴത്തിൽ, വളരെ ആഴത്തിൽ കുത്തുകുത്തിട്ട് എന്ത് വേണമെന്നറിയാമോ? പറയണം, എന്ന് പറഞ്ഞാൽ നദിയെ
പൊങ്ങി വരാൻ. നദിയെ പൊങ്ങി വരാൻ. നിൽക്കുന്ന ചുട്ടുപൊള്ളുന്ന ജീവിതാനുഭവങ്ങളുണ്ട, നീന്ത് കത്തുന്ന അനുഭവങ്ങളുണ്ട. വെള്ളം നോക്കി എവിടെ പോകണം? എവിടെ പോകണം? വെള്ളം നോക്കി എങ്ങും പോകണ്ട. പിന്നെ എവിടെ പോയാൽ മതി? നീ നിൽക്കുന്ന പൊള്ളുന്ന അനുഭവങ്ങളുടെ താഴെ കിടപ്പുണ്ട് നിന്നെ തണുപ്പിക്കുന്ന വെള്ളവും. അവിടെ തന്നെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. So what is it you should do? Go on. Persistence. Persistence. That's all the need of the hour. നീ നിൽക്കുന്ന ഇടത്ത് ഉറച്ചു നിന്ന് ഒന്നുകൂടൊന്ന് കുഴിച്ചു നോക്കിയേ. നദിയെ പൊങ്ങി വരിക എന്ന് പറയുമ്പോൾ വെള്ളം ചീറ്റി മേപ്പോട്ട് വരിക. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല, ദൈവം നമ്മളെ കൊണ്ടുവന്ന പൊള്ളുന്ന ജീവിതാനുഭവങ്ങളുടെ അടിയിൽ തണുപ്പിക്കുന്ന വെള്ളവും കിടപ്പുണ്ട് എന്ന് പറയുന്ന അർത്ഥം എന്താ? അർത്ഥം എന്താ? ചുട്ടുപൊള്ളുന്ന കണ്ണുനീര് എവിടെയാണോ വീണത് അവിടുന്ന് പൊങ്ങി വരും പ്രശ്നങ്ങളുടെ പരിഹാരവും. അവിടുന്ന് പൊങ്ങി വരും തണുപ്പിക്കുന്ന ജീവിതാനുഭവങ്ങളും. അവിടുന്ന് തന്നെ പൊങ്ങി വരും. എവിടാരും നീ കത്തിയത്? നീ എവിടെ നിന്നാ കത്തിയത്? അവിടെ തന്നെ, അവിടെ തന്നെ ഉണ്ട് നിന്നെ തണുപ്പിക്കാനുള്ള വെള്ളവും. അതിലേക്കൂടെ ദൈവം നടത്തിയേക്കുന്നത്. നഫസി യസ്സബബ്, നഫസി യസ്സബബ്, എന്റെ പ്രാണനെ തണുപ്പിക്കുന്ന അവിടെ എഴുതിയിരിക്കുന്നത്. സബബ് എന്ന് പറഞ്ഞാൽ ബ്രിങ്ങിങ് ബാക്ക് ടു ദി ഒറിജിനൽ പർപ്പസ് എന്ന, ബ്രിങ്ങിങ് ബാക്ക് ടു ദി ഒറിജിനൽ പർപ്പസ് എന്ന. ഞാൻ ബൈബിൾ പഠിപ്പിക്കുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് ഞാൻ എബ്രായ ഭാഷയിൽ വായിച്ച് പഠിപ്പിക്കാൻ കാരണം, നമുക്ക് മനസ്സിലാകേണ്ട ഒരുപാട് അർത്ഥതലങ്ങൾ അവിടെ കിടപ്പുണ്ട്. അത് മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ നിരാശപ്പെടുകയും ചെയ്യും, സങ്കടപ്പെടുകയും ചെയ്യും. ഈ ഉൽപ്പത്തി 2:1-2 ഇടയ്ക്ക് ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷുകാർക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തില്ല. ഞങ്ങൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. നമുക്ക് മനസ്സിലായില്ല, നമ്മൾ പയ്യെ അങ്ങ് വിഴുങ്ങും. നമുക്കേ മനസ്സിലായില്ല, പിന്നെ ഓഡിയൻസിന് മനസ്സിലാവും, അതുകൊണ്ട് നമ്മളങ്ങ് വിഴുങ്ങും. ഇതുപോലെ ഈ കിങ് ജെയിംസുകാരങ്ങ് വിഴുങ്ങിയൊരു സെന്റൻസാ, ബാറാ എലോഖീം ലാ അഷോത്ത് എന്ന് പറഞ്ഞാൽ ദൈവം ഒരു ഉദ്ദേശം കണ്ടു, ഒരു പേർപ്പസ് കണ്ടു, അതിനുശേഷം ഒരു കാര്യം സൃഷ്ടിച്ചതാണ്. താൻ എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശം, ഒരു പേർപ്പസ് ദൈവം കാണും. അതിൻ്റെ പിന്നിൽ ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത് അല്ലേ? അപ്പൊ നമുക്ക് കഷ്ടവരുത്തിയത് എന്തിനാണ്? ആ ഉദ്ദേശത്തിലാണ്. പച്ചപ്പുൽപ്പറൽ കൊണ്ടുവന്ന എന്തിനാ? അതും ആ ഉദ്ദേശത്തിനാണ്. പലപ്പോഴും ദൈവം നമ്മളെ പറ്റി വിചാരിച്ച ഉന്നതമായ ശ്രേഷ്ഠമായ ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്ന് നമ്മൾ വീണുപോകും. അല്ല, സാത്താൻ നമ്മളെ തള്ളിയിടും. നമ്മൾ വീഴും, അല്ലെങ്കിൽ സാത്താൻ നമ്മളെ തള്ളിയിടും. ഒന്നി നമ്മൾ വീഴും, അല്ലെങ്കിൽ സാത്താൻ നമ്മളെ തള്ളിയിടും. ഒരിക്കൽ യിരെമ്യാവിനോട് പറഞ്ഞു, നീ കുശവന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞു. കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്ത് യിരെമ്യാവ് കണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന വായിപ്പിക്കാത്തത്? ഒരു പിണ്ഡം എടുത്തിട്ട്, കളിമണ്ണെടുത്തിട്ട് കുശവൻ ചക്രത്തിൽ വെച്ച് പണിതുകൊണ്ടിരിക്കുക. ചക്രത്തിൽ വെച്ച് പണിതുകൊണ്ടിരുന്നപ്പോ കുശവന്റെ പ്ലാനിൽ നിന്ന് കളിമണ്ണ് താഴെ വീണുപോയി. It fell off his plan. It fell off his plan. കുശവൻ എന്ത് ചെയ്യാം? He can take another lump and he can create yet another vase. വേറൊരു പിണ്ഡം എടുത്തിട്ട്
വേറൊരു മാനപാത്രം ഉണ്ടാക്കാം. പക്ഷെ കുശവൻ എന്താ ചെയ്ത്? ദാറ്റ് fallen lump he took back. വീണുപോയ അതേ അതേ പിണ്ഡം കുശവൻ കയ്യിലെടുത്തു. And what is he doing? He's bringing it back to the same wheel. ആ വീണുപോയ ചക്രത്തിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരിക. അതിനാ പറയുന്നത് നഫസി യസ്സബബ്. ജീവിതത്തിൽ എന്തെല്ലാം വീഴ്ചകൾ സംഭവിച്ചാലും, ശത്രു തള്ളിയിട്ടാലും, തകർന്നു പോയാലും, അവസരങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടു പോയാലും, വാതിലുകളൊക്കെ അടഞ്ഞു പോയാലും, ഏതുദ്ദേശത്തിന് വേണ്ടിയാണോ ദൈവം നിന്നെ കണ്ടത്, ആ ഉദ്ദേശത്തിലേക്ക് ദൈവം തിരികെ കൊണ്ടുവരും. നഫസി യസ്സബബ് യൻഹമി ബിമാഗലി സദക് ലമാൻ സമോ. ഇത് മാത്രമല്ല, തിരുനാമ നിമിത്തം എന്നെ നീതിവാദകളിൽ നടത്തുന്നു. കേട്ടോ, യൻഹനി മീൻസ് he leads me ബിമാഗലി, പാതയിൽ. ഏത് പാതയിൽ? സദക്, നീതിയുടെ പാതയിൽ എന്നെ നടത്തും. കാരണം ലമാൻ സെമോ, തിരുനാമ നിമിത്തം. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ലണ്ടനിൽ കൂടി നിങ്ങൾ എത്ര പേര് യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ലണ്ടന്റെ ഒരു 4th സോൺ മുതൽ റോഡുകൾക്കെല്ലാം ഒരു വ്യത്യാസം വരും. നമ്മൾ ദൂരെ നിന്ന് വണ്ടി ഓടിച്ച് വരുമ്പോൾ റോഡുകൾക്ക് ഒരു വ്യത്യാസം വരും. അവിടെ കയറി നമ്മുടെ ഹൈവേയുടെ ഏറ്റവും വലത്തെ അറ്റത്തെ ട്രാക്ക് നല്ല ചുമന്ന് കിടക്കും, ചോര പോലെ ചുമന്ന് കിടക്കും. അതിൽ ഒരാൾക്കും കയറാൻ പറ്റത്തില്ല. ബാക്കി 3 ട്രാക്ക് ഇങ്ങനെ ട്രാക്സ് ഉണ്ട്. ഞാൻ ഒരിക്കലും എക്സിറ്ററിൽ എൻ്റെ ചർച്ച് സർവീസ് കഴിഞ്ഞു രാത്രി ഇവിടുന്ന് ബസ്സിൽ കയറി ആൻഡ് ഹീത്രോയുടെ ഏരിയ വന്നു കഴിഞ്ഞപ്പോഴേക്ക് അതിഭയങ്കര ട്രാഫിക്. മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോ. കാര്യം ഇതിനേക്കാൾ ഉറങ്ങാൻ പറ്റുന്ന വേറൊരു സെഷൻ ഈ അടുത്തിടയ്ക്ക് എനിക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ദിവസം ഒന്ന് ഉറങ്ങി ആശ്വസിക്കുന്ന ഒരു നല്ല കാര്യമാണ് കേട്ടോ. മോശമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുതേ, ഇതൊരു നല്ല കാര്യമല്ലേ. അപ്പൊ ഞാൻ ചെയ്തു, ദൈവമേ, ഈ നൂറ്റാണ്ടിലെങ്കിൽ ഞാൻ ലണ്ടനിൽ എത്തത്തില്ലല്ലോ. ഒരു വണ്ടിക്ക് അനങ്ങാൻ പറ്റത്തില്ല, അത്ര ഭയങ്കര ട്രാഫിക്കാണ്. ഞാൻ ഈ ഫ്രണ്ടിലിരിക്കുക, ഇനി വഴിയൊക്കെ കാണാൻ വേണ്ടിയാണ്. ഞാൻ നോക്കി ഡ്രൈവർ ഈ സ്റ്റിയറിംഗ് പിടിച്ച് ഇങ്ങനെ വെട്ടിക്കുക, വലത്തോട്ട് വെട്ടിക്കുക. വെട്ടിച്ച് കൊണ്ടെന്നറിയാമോ, ഈ ചുവന്ന ട്രാക്ക് കയറ്റി. പിന്നെ പുള്ളി 100 മൈൽ സ്പീഡിലങ്ങ് അടിക്കുക. ഇവനേക്കാൾ എത്രയോ മണിക്കൂർ മുമ്പ് അവിടെ ട്രാഫിക് കിടക്കുന്നതിന് അവിടെ കിടക്കുക. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഈ മൂട്ടയുടെ അത്ര ഉള്ള ചില കാറുണ്ട്, മൂട്ട പോയിട്ടിരിക്കും. ലണ്ടൻ ട്രാഫിക് എന്ന് പറയും, ലണ്ടൻ പിന്നെ ടാക്സി എന്ന് പറയും. ഇവരും ഇതേ കയറുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഡ്രൈവറോട് ചോദിച്ചു, ഇതിനകത്ത് ഈ കുട്ടൻസ് എന്തുവാ? ആ പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ 2 പേരുടെ മണ്ടയ്ക്ക് ഒരു എഴുത്തുണ്ട്. ഒന്ന് നാഷണൽ എക്സ്പ്രസ്, മറ്റ് ലണ്ടൻ ടാക്സി. ഇത് രണ്ടും ലണ്ടന്റെ സ്വന്തമാണ്. ബാക്കിയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നവരാ. അവൻ കുറച്ച് കഴിഞ്ഞ് പോയച്ചാൽ മതി. ഇവിടെ എത്ര ട്രാഫിക് കൂടിയാലും ഞങ്ങളുടെ ഗതിക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റൂട്ട് ഉണ്ട്. എന്താ ഈ സ്പെഷ്യൽ റൂട്ടിന്റെ കാരണം? എൻ്റെ മണ്ടയ്ക്ക് വേറൊരു പേര് എഴുതി വെച്ചിട്ടുണ്ട്, ലണ്ടൻ ടാക്സി എന്നും നാഷണൽ എക്സ്പ്രസ് എന്നും. മനസ്സിലായോ? യൻഗനി ബിമാഗലി സദക്. He leads me, എൻ്റെ പാതയെ, ബിമാഗലി എൻ്റെ പാതയെ, സദക്. അനേകരുടെ നീതി നിഷേധിക്കപ്പെടുമ്പോൾ, എൻ്റെ നീതി നിഷേധിക്കപ്പെടാൻ സാധ്യതയുള്ളിടത്ത് നീതിമാനായൊരു ദൈവം എനിക്ക് വേണ്ടി മാത്രം ഇറങ്ങി വരും. എന്തിനാ നിനക്ക് വേണ്ടി മാത്രം ഇറങ്ങി വരുന്നതാ? നിന്റെ മണ്ടയ്ക്കൊരു എഴുത്തുണ്ട്.
എന്തെഴുന്നറിയാമോ? നീ കർത്താവിനുള്ളതാണെന്ന്. അതുകൊണ്ട് എന്നാ ഗുണം? മറ്റുള്ളവർ പെട്ടുപോകുന്ന കുരുക്കിൽ നീ അകപ്പെട്ടു പോയാൽ അവന്റെ കൂടെ നീ കടന്നു പോകത്തില്ല. വേറൊരു വഴി സമാന്തരമായിട്ട് നിനക്കുണ്ട്. ഇതിനകത്ത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അവരൊക്കെ പെട്ടുപോയാലും, ആരൊക്കെ പെട്ടുപോയാലും, there is a special program for me. എനിക്ക് വേണ്ടി മാത്രം ഒരു റൂട്ടുണ്ട്. എന്താ റൂട്ടിന്റെ കാരണം? റൂട്ടിന്റെ കാരണം എന്താ? ഒരിക്കൽ ഇസ്രായേൽ മക്കള് അവരുടെ യാത്ര മുന്നോട്ട് പോകാൻ മുടങ്ങി. ഓൾമോസ്റ്റ് 2 years അവർ കറങ്ങുക. ദൈവമേ, മിസ്രൈമിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, എങ്ങും എത്തിയില്ല, കറങ്ങിപ്പോയല്ലോ. സോ ദൈവമേ, ഗൾഫിലുണ്ടാകുന്ന ഒന്നാന്തരം ജോലി രാജിവെക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരികയും ചെയ്തു. ഒരു കുന്തവും കിട്ടുന്നുമില്ല. കറങ്ങിപ്പോയല്ലോ ദൈവമേ, അല്ലേ? കറങ്ങിപ്പോയല്ലോ. ഇങ്ങനൊരു അനുഭവം ഇസ്രായേൽമക്ക് ഉണ്ടായി. ഇസ്രായേൽമക്ക് ഈ അനുഭവം ഉണ്ടായപ്പം ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നീ അഹരോനോട് പറയണം. എന്താ പറയണം? അൽ ബനി ഇസ്രായേൽ വ അനി അബരഖം. നീ വിളിച്ചു വരുത്താൻ, നീ എഴുതി വെക്കാൻ. എന്തോ എഴുതി വെക്കാൻ? എട്ടുഷമി, എന്റെ പേരെഴുതി വെക്കാൻ. എവിടെ എഴുതി വെക്കാൻ? അൽ ബനി ഇസ്രയേൽ, ഇസ്രയേലിന്റെ സന്തതിയുടെ മണ്ടയ്ക്ക് നീ എന്റെ പേരെഴുതണം. അതുകഴിഞ്ഞ് ഞാനെന്ത് ചെയ്യും? അനിയബരഖം, ഞാൻ അവരെ അനുഗ്രഹിക്കും. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഞാൻ ഒരിക്കലും ഒരുപാട് ഇമിഗ്രേഷൻ ക്രൈസിസ് ഫേസ് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. ലോങ് ടൈം. അന്ന് എന്നെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത്, ഞാൻ താമസിക്കുന്ന സിറ്റി കൗൺസിലാണ്. അവരൊരു പ്രോജക്റ്റിൽ എംപ്ലോയ് ചെയ്തിരിക്കുക. ആ പ്രോജക്റ്റിന്റെ ഹെഡ് ഇവിടുത്തെ MP ആണ്. ഞാൻ MP ഓഫീസിൽ നിന്ന് പറഞ്ഞു, സർ, ഐ എം ഇൻ ദിസ് ട്രബിൾ. അപ്പോൾ MP ഓഫീസ്, ദാറ്റ്സ് ഫൈൻ, വി ക്യാൻ സോർട്ട് ഇറ്റ് ഔട്ട്. MP അവിടുന്ന് ഹോം ഓഫീസിൽ വിളിച്ചു. ഹോം ഓഫീസ് വിളിച്ചപ്പം അവരെൻ്റെ ആപ്ലിക്കേഷൻ പോയി ഡിപ്പാർട്ട്മെന്റിലെത്തി. ഡിപ്പാർട്ട്മെന്റ് അത് ഏത് സെക്ഷനിൽ പോയെന്നെടുത്തു. സെക്ഷനിൽ പോയെന്നെടുത്തപ്പം ഏത് ഗ്രൂപ്പിന്റെ കയ്യിലാണെന്നറിഞ്ഞു. ഗ്രൂപ്പിനെ കണ്ടുപിടിച്ചപ്പം എൻ്റെ ആപ്ലിക്കേഷൻ ആരുടെ മേശപ്പുറത്താന്ന് കണ്ടു. അപ്പൊ എന്താ സംഭവിച്ചതെന്നറിയാം? ഞാൻ ആപ്ലിക്കേഷൻ അയച്ചെന്ന് ഇവരെ നോക്കിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വിട്ടു, അവരൊരു സെക്ഷനിലേക്ക് വിട്ടു, അവരൊരു ടീമിലേക്ക് വിട്ടു. ആ ടീമിന്റെ ഒരു ലീഡർ ഈ ഫയലിന്റെ മണ്ടയ്ക്ക് അയാളുടെ പേരെഴുതി വെച്ചു. അതിനർത്ഥം എന്നറിയാമോ? ഇനി അതിൻ്റെ ഉത്തരവാദി അയാളാണ്. ആ ഫയൽ പഠിച്ച എനിക്ക് അനുകൂലമായ തീരുമാനം എടുക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്വം. അയാളുടെ നമ്പർ തന്നിട്ട് പറഞ്ഞു, കോൺടാക്ട് ദിസ് പേഴ്സൺ ആൻഡ് ആസ്ക് ഹിം വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് മൈ ഫയൽ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ന ഡോക്യുമെന്റ്സിലുള്ള റെഫറൻസ് ഞാൻ അന്വേഷിക്കുകയാണ്, അത് കിട്ടിക്കഴിയുമ്പോൾ ഐ വിൽ ഗിവ് യു. ഡു യു ഗെറ്റ് മീ? ഒന്നും കിട്ടുന്നില്ല. എല്ലാവരും പ്രാർത്ഥിക്കും, കർത്താവേ, എത്രയും പെട്ടെന്ന് നിർത്താൻ ഈ സാറിന് നീ ഒരു പ്രേരണ കൊടുക്കണം, ഇടപെട്ട് സംസാരിക്കണം. ഞാൻ പ്രസംഗിക്കപ്പോൾ ആളുകൾ ഭയങ്കര പ്രാർത്ഥന ഉണ്ട്, കർത്താവേ, ഈ പാസ്റ്ററോട് ഇടപെട്ട് സംസാരിക്കണം, ഇനി ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയത്തില്ല കർത്താവേ, ഞങ്ങളുടെ അവസ്ഥ കാണണമെന്നൊക്കെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചു? ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളോട് ഇടപെട്ട് സംസാരിക്കുന്ന ഒരു ദൂത് ഞാൻ പറയാൻ പോവാ. നിനക്ക് ഏറ്റവും ഭാരമുള്ള വിഷയങ്ങളുടെ മണ്ടയ്ക്ക് കർത്താവിന്റെ പേര് എഴുതി വെക്കണം. Lord, this is the file of my applications, failed applications. This is the file of my failed applications. Failed applications. അങ്ങയുടെ പേര് ഞാൻ ഇതിന്റെ മണ്ടയ്ക്ക് എഴുതി വെക്കുക.
ഒരിക്കൽ ലണ്ടനിലൊരു ഫാമിലി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ ഫെയിലായി എന്ന് അവിടുന്ന് വാർത്ത വന്നു. ഹോം ഓഫീസിൽ വിളിച്ചു പറഞ്ഞു, ഇനി പൂട്ടിക്കെട്ടുവാൻ പോവാന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാം അറിയാവുന്നവരാണ്, ഞാനതുകൊണ്ട് പറയുന്നില്ല അവരാരാണ്. ഞാൻ അവരോട് പറഞ്ഞു, അപ്പോൾ ഡോക്യുമെന്റിങ് എടുക്കാൻ പറഞ്ഞു. പറഞ്ഞുകൊണ്ട് അയച്ച ഡോക്യുമെന്റ് കോപ്പി നമ്മുടെ ലഭില്ലേ, എടുക്കാൻ പറഞ്ഞു. അതിന്റെ മണ്ടക്കോട്ട് കൈവച്ചിട്ട് നമ്മൾ കർത്താവിനോട്, ലോർഡ്, ഇതിന്റെ മണ്ടയ്ക്ക് ഞങ്ങൾ അങ്ങയുടെ പേര് എഴുതി വെക്കാൻ പോവാ. യു ഗോയിങ് ടു റൈറ്റ് യുവർ നെയിം ഓൺ അവർ ഫെയിൽഡ് ആപ്ലിക്കേഷൻസ്. How many of you can say, Lord, I'm going to write your name on my failures? എന്റെ പരാജയത്തിന്റെ മണ്ടയ്ക്ക്, ഞെരുക്കത്തിന്റെ മണ്ടയ്ക്ക്, വേദനകളുടെ മണ്ടയ്ക്ക്, ഭാരങ്ങളുടെ മണ്ടയ്ക്ക്, അടക്കത്തിൽ നിന്ന് ലോകം പറഞ്ഞ വിഷയങ്ങളുടെ മണ്ടയ്ക്ക്, ഹല്ലേലൂയ, നിങ്ങളുടെ പേര് ഞാൻ എഴുതി വെക്കാൻ പോവാ. I'm going to write your name on it. I can tell you plenty of examples. 2010 ഞാൻ ഡൽഹിയിൽ ഒരു കോൺഫറൻസിന് ചെല്ലുമ്പോൾ ലണ്ടൻ ഗ്രീൻ പാർക്ക് ചർച്ചിലെ ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ്, പാസ്റ്റർ, ഞാൻ മെഡിസിൻ അപേക്ഷിച്ചു, എനിക്ക് എല്ലായിടത്തു നിന്നും റിജക്ഷൻ വന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഞാൻ മോൾ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഫയലിംഗ് എടുത്തോണ്ടാൻ പറഞ്ഞു. അപ്ലിക്കേഷൻ വെച്ച ഫയൽ, ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. എഴുതി വെച്ചു സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പേര്. ഹല്ലേലൂയ. ഞാനീ തിരിച്ചു പോന്നു. Later on, I came to know that she was studying in one of the best medical colleges for MBBS. എവിടെ ഈ ഫെയിൽഡ് ആപ്ലിക്കേഷൻ എന്താ സംഭവിക്കുന്നത്? ഒരു ഹോം ഓഫീസിൽ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞു. അത് ഡെസ്പാച്ച് ബിന്നിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡെസ്പാച്ച് ചെയ്യാൻ, തിരിച്ചയച്ചേക്കാൻ. ഞങ്ങൾ രാത്രി പ്രാർത്ഥിക്കുമ്പം ആപ്ലിക്കേഷൻ ഡെസ്പാച്ച് ബിന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഒരു ടെലിഫോൺ കോൾ ഓഫീസിൽ നിന്ന് കിട്ടി. ഡിസിഷൻ ചേഞ്ച് ചെയ്തു, PR അടിച്ചിരിക്കുക, വന്ന് മേടിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ അയക്കാമെന്ന്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ വരം ലഭിച്ചവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി. ഹല്ലേലൂയ. എവിടെ പോയി ഫെയിൽഡ് ആപ്ലിക്കേഷൻ? പേര് മാറി, വേറൊരാളുടെ പേരെഴുതി. ദൈവം മോശയോട് പറഞ്ഞതാ, നീ എഴുതി വെക്കണം, എന്റെ പേര് എഴുതി വെക്കണം. ആരുടെ മണ്ടയ്ക്ക്? അൽ ബനി ഇസ്രായേൽ, ഇസ്രായേലിന്റെ സന്തതിയുടെ മണ്ടയ്ക്കോട്ട് മോശയെ എന്റെ പേരെഴുതി വെക്കുക. അത് കഴിഞ്ഞ് എന്താ ചെയ്യാൻ പോകുന്നത്? ഐ എം ഗോയിങ് ടു ബ്ലെസ് ദം വ അനി അബരകം. നമ്മൾ പഴയ ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, വയ്ക്കുക 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 നിൻ ഭാരം അവൻ പാദത്തിൽ, സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ നിശ്ചയം നിന്നെ അവൻ സ്വതന്ത്രനാക്കും. രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പേ ഭാരപ്പെടുന്ന സകല വിഷയങ്ങളുടെ മണ്ടയ്ക്ക് വലിയ നാമം എഴുതി വെക്കണം, തിരുനാമം നിമിത്തം. ഹല്ലേലൂയ. അനേകരുടെ വഴി അടഞ്ഞുപോയി. വിസാ നിയമം ഇംഗ്ലണ്ടിൽ മാറി. ഇമിഗ്രേഷനും എല്ലാം മാറി. നിയമം എല്ലാം നിനക്ക് പ്രതികൂലമായി. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ആ വലിയ നാമത്തിന്റെ പേരിലോട്ട് മാറ്റി എഴുതാൻ പോവാ. തിരുനാമം നിമിത്തം നീതിവാദികൾ നടത്തും. അത് കഴിഞ്ഞിട്ട് ഗാം കി എലക് ബെഗസൽ മാവറ്റ് ലോ ഇറ
കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാൽ ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല. ഇംഗ്ലീഷിൽ വാക്കിംഗ് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് എന്നാണ്. മരണനിഴലിൻ താഴ്വരയിൽ നിന്നാണ്. ഗാം ഖി എലക്, ഞാൻ നടക്കേണ്ടി വന്നെന്നിരിക്കട്ടെ. ബഗസൽ മാവറ്റ്, എന്തുവാന്നറിയാമോ? എന്തുവാന്നറിയത്തില്ല. അതാ, എന്തുവാന്നറിയത്തില്ല. എന്നാ ജോലി കിട്ടുമെന്നറിയാമോ? അറിയത്തില്ല. മോർഗേജ് എന്ന് കിട്ടുമെന്നറിയാമോ? അറിയത്തില്ല. എന്ന് പ്രൊമോഷൻ കിട്ടുമെന്നറിയാം? അറിയത്തില്ല. ഈ പ്രശ്നം എന്നാ പരിഹരിക്കാന്നറിയാം? അറിയത്തില്ല. നിന്റെ ഭാരം എന്ന് തീരും? അറിയത്തില്ല. അവ്യക്തതയുടെ താഴ്വരകൾ. ഇതിനു മുമ്പ് ഈ താഴ്വരയിൽ കൂടെ പോയവരൊക്കെ തീർന്നുപോയി. അതുകൊണ്ടാണ് സെൽമാവറ്റ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ഈ വഴിയെ സഞ്ചരിച്ചവരൊക്കെ തീർന്നുപോയി. അവരിന്ന് ജീവനോടില്ല. ഹല്ലേലൂയ. ഇതിനു മുമ്പ് ഈ ദിനം വന്നവരൊക്കെ മരിച്ചുപോയി. അങ്ങനെ ഡോക്ടർ എൻ്റെ ഭാര്യയോട് പറഞ്ഞത്, HLH അത് വന്നിട്ട് ആരെങ്കിലും ഇതുവരെ ജീവിച്ചിട്ടില്ല, അതിന് മരുന്നില്ല. മെഡിക്കൽ സയൻസിൽ ജീവിച്ച ഒരേ ഒരാൾ ഞാനാ. ഡയാലിസിസായിട്ട് കിടക്കുമ്പം അതിഭയങ്കരമായ COVID-19 അറ്റാക്ക് ഉണ്ട്. എൻ്റെ ഏർലി ഡേയ്സിലാണ്. സെക്കൻഡ് ഡേ ആയപ്പം സീരിയസ് ആയി. പെട്ടെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. തേർഡ് ഡേ രാത്രിയിൽ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ അവരൊന്ന് ബ്ലഡ് എടുത്തു. വീണ്ടും ബ്ലഡ് എടുത്തു. എല്ലാ സാമ്പിൾസും പരിശോധിച്ചു. 0 കൊറോണ. COVID-19 എൻ്റെ ബോഡിയിലില്ല. ഡിസ്ചാർജ് ചെയ്യാൻ ഒക്കത്തില്ല, കാര്യം ഇമ്പോസിബിൾ. ഏതാണ്ട് ഒരു 2 ആഴ്ച മുഴുവൻ ഞാൻ ഇൻവെസ്റ്റിഗേഷനാണ്. പിന്നെ ലണ്ടനിലുള്ള ആശുപത്രിയിലെ എല്ലാ ആസ്പെക്ടും എന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. നിനക്കെന്താ സംഭവിച്ചത്? നിനക്കെന്താ സംഭവിച്ചത്? ഇങ്ങനെ സംഭവിക്കത്തില്ല. എന്തോ സംഭവിച്ചത്? ഈ വഴി പോയവരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ബെഡേ കിടക്കുന്നൊന്നും ചുമക്കുന്ന കാണാം. പിന്നെ കർട്ടൻ കൊണ്ട് മൂടിക്കഴിഞ്ഞു. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ബെഡിന്റെ കാര്യം പറഞ്ഞത്. ഈ വഴി പോയവരൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. നീ എന്താ ഇന്നും ജീവനോടിരിക്കുന്നത്? ഈ വഴി പോയവരൊക്കെ തീർന്നില്ലയോ? ആട് പറയാ, ലോ ഇറ അറ, ഒരു ദോഷവും വരുമെന്ന് ഞാൻ പേടിക്കത്തില്ല. എന്താ പേടിക്കാത്തതിന്റെ കാരണം? നീ എന്നോടുകൂടി ഇരിക്കുന്നതിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്ന. അപ്പൊ ഈ കൂരിന് താഴ്വരയിൽ നല്ല അടി കിട്ടും. നല്ല ആശ്വാസമില്ലേ? ഒന്നാമതേ വയ്യ കിടക്കുക, അതിൻ്റെ കൂടെ അടിയൂടെ കിട്ടിക്കഴിയുമ്പോൾ നല്ല ആശ്വാസമാണ്. നിങ്ങൾക്കാണ്ട് എനിക്കങ്ങനെ ആശ്വാസം തോന്നത്തില്ല കേട്ടോ. ഈ കിടപ്പിൽ അടിയൂടെ കിട്ടിയാലേ വലിയ ആശ്വാസം തോന്നത്തില്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിന്റെ ഒന്നാമത്തെ കാര്യം, ഇമാദി, നീ എൻ്റെ കൂടെ. ശരിക്കും ആ ടെർമിനൊരു അർത്ഥം സയാമീസ് റിലേഷനാ. ഈ കൂടെ എന്നുള്ളതിന്റെ ശരിക്കും ഒറിജിനൽ ടെർമിനലിന്റെ അർത്ഥം സയാമീസ് റിലേഷനാ. സയാമീസ് ഇരട്ടകളെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താ അവരെ വേർപിടിക്കാൻ പറ്റാന്നറിയാമോ? 2 പേരുടെ ശരീരത്തിൽ ഒരു ബ്ലഡ് സർക്കുലേഷനാ. ഹല്ലേലൂയ. എൻ്റെ ശരീരത്തിൽ ആ കൊറോണ വൈറസ് എങ്കിൽ എൻ്റെ കൂടെ വേറൊരാളുമുണ്ട്. എൻ്റെ ആ കിഡ്നി ഫെയിലായെങ്കിൽ അതേ ബ്ലഡ് സർക്കുലേഷൻ വേറെ കിഡ്നിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ആ രോഗിയെങ്കിൽ ആ ഒരു സയാമസിരട്ട അപ്രതിരിപ്പുണ്ട്. ആരാ സയാമസിരട്ട എന്ന് മനസ്സിലായോ? ഇമാതി. അവിടുന്ന്
എൻ്റെ കൂടെ ഇരിക്കുക, എൻ്റെ കൂടെ ഇരിക്കുക. ഇരിക്കുമ്പോൾ രണ്ട് കാര്യം ചെയ്യും. ഒന്ന്, തിമാതി ശബറ്റിക്ക ഉമ്മശന്റിക്ക. രണ്ട് കാര്യങ്ങളാ ഈ താഴ്വരെ കിട്ടുന്നത്. ഒന്ന് വടിയും, മറ്റേ കോലും. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഷെപ്റ്റിക്ക എന്ന വേർഡിന്റെ അർത്ഥം എഴുത്തുകോലെന്ന, വചനം ഇതിന്റെ അർത്ഥം. മറ്റാരും കൂടില്ല, അങ്ങ് മാത്രമേ ഉള്ളൂ കൂടുള്ളൂ. കർത്താവ് എന്തോ കൊണ്ടിരിക്കുക? ഹൃദ്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. യെസ്, യെസ്. കർത്താവ് നിനക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളം മാത്രവും തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കത്തില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടേയിരിക്കും. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴിതാകുന്നു മകനെ, വഴിതാകുന്നു മകനെ, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു ശബ്ദം പുറകിൽ നിന്ന്. ഹല്ലേലൂയ. വലം കൈക്ക് പിടിച്ച് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് മരുപ്രയാണം മുഴുവനും ജയോത്സവമായി നടത്തിയിട്ട് വീഴാതെ കൊണ്ട് നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്താമെന്ന് പറഞ്ഞു. ഈ അവ്യക്തതയുടെ താഴ്വരയിൽ ഒരാൾ കൂടെ നടക്കുക. അവിടെ കിട്ടുന്ന ഒന്നാമത്തെ കാര്യം, ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ കഷ്ടതയുടെ താഴ്വരയിൽ ദൈവഹൃദ്യമായി സംസാരിക്കുന്നത് പോലെ ഇവിടെ ഒരു സമയത്ത് നിനക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. എന്ന് പറയാൻ അറിയാമോ? പ്രൊവിഷൻസ് എന്നാ, കരുതലുകൾ എന്നാ. ഇതെവിടുന്നാന്ന് അറിയത്തില്ല. നിന്റെ ആവശ്യത്തിന്റെ മുഖത്ത് ദൈവത്തിന്റെ ഒരു കരുതൽ ഇറങ്ങി വരും. എന്റെ ഗ്രാൻഡ് ഫാദർ വേട്ടവരെ ഫിലിപ്പോസ് സുദേശി ഒരിക്കൽ എഴുതി, ആവശ്യം സകലവും അറിയുന്നു, നാൾ തോറും ഭാരങ്ങൾ ചുമക്കുന്നു, മധ്യസ്ഥം നമുക്കായി ചെയ്യുന്നു, വാസവും മേന്മയായി ഒരുക്കുന്നു, സ്തുതികളിൽ അധിവസിക്കുന്നവനെ സ്തുതിക്കണം ഭക്തർ നാം അനുനിമിഷം. ആവശ്യം സകലതും അറിയുന്നു, നാൾതോറും ഭാരങ്ങളെ ചുമക്കുന്നു. ഇത് രണ്ടും കൂടെ ദൈവത്തിന്റെ വചനവും ഈ കരുതലും കൂടെ, ഇത് രണ്ടും കൂടെ എന്തോ ചെയ്യുന്നറിയാമോ? ഇത് രണ്ടും കൂടെ ചേർന്ന് will bring you out. അവ്യക്തതയുടെ ഈ താഴ്വരയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. പുറത്തു കൊണ്ടുവരുമ്പോ എന്താ നീ കാണുന്നത്? അതോടെ പറഞ്ഞു നിർത്താം. ഇല്ല, നിങ്ങൾ പ്രദീപ് സാറിനെ വിളിച്ച് വഴക്കോ ഇത് ഇയാളെ വിളിക്കല്ലെന്ന് പറയും. അവിടെ നോക്കിയപ്പം വിരിച്ചൊരുക്കി ഒരു മേശ. മീൻസ് വിരിച്ചൊരുക്കിയിരിക്കുക. സകല സമൃദ്ധിയായിട്ട് അതിലുണ്ട്. എന്തുവാ? ലെപ്പനൈ മീൻസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. സുൽഹാൻ, ഒരു മേശ ഒരുക്കിയിരിക്കുക. എന്താ ഈ മേശയുടെ പ്രത്യേകത? നഗദ് സ്വരാരെ. നഗദ് മീൻസ് ഇൻ അക്കോർഡൻസ് വിത്ത്.
ഇതിനനുസൃതമായി ഒരർത്ഥം. മറ്റൊന്ന് ഓൺ ദി അതർ സൈഡ്, മറുവശത്ത്. ഏതിന്റെ മറുവശത്ത്? സ്വരാരേ, നിന്റെ പ്രശ്നങ്ങളുടെ മറുവശത്ത്. നീ ഇറങ്ങി വന്നപ്പം രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഒരു വശത്ത് നീളത്തൊരു മേശ, മറ്റൊരു വശം നിന്റെ ശത്രുക്കൾ. എങ്ങോട്ട് നോക്കണം? ശത്രുവിനെ നോക്കുക, നീ അവിടെ കുഴഞ്ഞു വീഴും. മറുവശത്തോട്ട് നോക്കിയാലോ, ഒരു നീണ്ട മേശ. ശത്രു എത്ര ഉണ്ടോ അത്രയും നീളത്തിലുള്ള മേശയാ. ഒരുപാട് വർഷം മുമ്പ് പാസ്റ്റർ കെ.സി. ജോൺ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുക. എനിക്ക് ഹീബ്രു ഒന്നും അറിയത്തില്ല, അങ്ങനെ ഒരു ഭാഷ ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് വന്ന് ഏൻഷ്യൻ ഹീബ്രുവിലെ റിസർച്ചൊക്കെ കഴിഞ്ഞപ്പം 23-ാം സങ്കീർത്തനത്തിന്റെ ഒരു കമന്ററി എഴുതാൻ വേണ്ടി നോക്കിയപ്പം ശത്രു എത്രയും ഉണ്ടോ അത്രയും വലുതാ മേശയൊന്നും. എടാ, ഇതാണല്ലോ കെ.സി. പണ്ട് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, പാസ്റ്റർ, ഓൺ വാട്ട് എവിഡൻസ് ഡിഡ് യു സേ ദാറ്റ്? എന്നോട് പറഞ്ഞു, ബാബു, എനിക്ക് ഹീബ്രു ഒന്നും അറിയത്തില്ല. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു അങ്ങനെ എഴുതാം, അങ്ങനെ പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞ 101% ശരിയാ, ഞാനതിൻ്റെ ഏറ്റവും നല്ല റെഫറൻസ് നോക്കിയിട്ടാ പറയുന്നത് പറഞ്ഞു. എന്തുകൊണ്ടാ ദൈവം വരുത്തുന്ന വലിയ മേശ കാണാൻ കഴിയാത്തത്? നീ എപ്പോഴും ഡോക്ടർ തന്ന സർട്ടിഫിക്കറ്റ് വായിച്ചുകൊണ്ടിരിക്കുക. 4th സ്റ്റേജാണ്, 5th സ്റ്റേജാണ്, ലാസ്റ്റ് സ്റ്റേജാണ്, അത് നോക്കിക്കൊണ്ടിരിക്കുക. അതങ്ങ് മാറ്റി അടുത്ത് കളഞ്ഞിട്ട് എന്ത് നോക്കണം? അതിനപ്പുറത്തൊരു മേശ ഒരുക്കിയിട്ടുണ്ട്, അങ്ങോട്ട് നോക്കണം കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ പറ്റുന്ന കുഴപ്പം ഡിഷാന്റി ബെസമൻ റോസി കൗസി റവയാക്ക്. ഒറ്റ കാര്യമുള്ള പറഞ്ഞ് നിർത്താം. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്ന. പാനപാത്രം കവിഞ്ഞൊഴുകുന്ന നമുക്ക് എന്നാ ഗുണം? അങ്ങ് കുഴി അങ്ങ് പോയില്ലേ? നമുക്ക് ഒരു ഗ്ലാസ് ചായ എടുക്കാവുന്ന പാത്രത്തിൽ 2 ഗ്ലാസ് ചായ കഴിച്ചാൽ അത് കവിഞ്ഞു പോകും. നമുക്കൊരു ഗുണം ഉണ്ടാകത്തില്ല. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. കൗസി മീൻസ് ദാറ്റ് വിച്ച് യു ഹോൾഡ് എന്ന. നിന്റെ കരങ്ങളിലിരിക്കുന്നുണ്ടല്ലോ ആ ചെറുത്, ദ സ്മോൾ എംപ്ലോയ്മെന്റ്, ആ ചെറിയ വരുമാനം, ആ ചെറിയ വീട്, ആ ചെറിയ കാറ്, ചെറുതെന്ന് നീ തോന്നുന്നത്, അതിനകത്തും ദൈവം ഒരു ഓവർഫ്ലോ തരും. നിന്റെ കയ്യിൽ അല്പമേ ഉള്ളൂ, ഒരു പിടി മാവും 1 സ്പൂൺ എണ്ണയും ഉള്ളൂ ഏലിയാവേ, എനിക്കും മകനും ഒരടക്കേ തികയത്തുള്ളൂ. അത്രയേ ഉള്ളു കർത്താവേ. ഇന്ന് രാത്രി ആ പാദപീഠത്തിൽ കൊണ്ടുവയ്ക്കണം. 5 അപ്പവും 2 ചെറിയ മീനും, അതേ ഉള്ളു എൻ്റെ കർത്താവേ എൻ്റെ കയ്യിൽ. The Lord says, bring it to me. Your small provisions, നിന്റെ ചെറിയ പ്രൊവിഷൻസ്, അനേകായിരങ്ങൾ നിറയ്ക്കുന്നതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും. നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ പോവുക. രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? A man of little provisions, I'm a man of less provisions. I got very little in my hand. 5 little loaves and 2 little fish. That's all I am. 5 യവത്തപ്പവും 2 മീനും, അതേ ഉള്ളു ഞാൻ. പക്ഷെ കൊടുക്കണ്ട കരങ്ങളിലെത്തിയാൽ അനേകായിരങ്ങൾക്ക് നന്മയും കരുണയുമായിട്ട് ഒഴുകി ചെല്ലും. My time is over. Thank you very much for allowing me to be with you tonight. രാത്രി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ അനുവദിച്ച പ്രിയ പ്രദീപ് സാറിനും സാറിൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ വീണ്ടും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. The screen is back to the host. Thank you very much.